പുഴു എന്ന വാക്കിന് എബ്രായ ഭാഷയിൽ പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. തോലേയാഹ്, റിമ്മാഹ്, സാസ് എന്നീ പദങ്ങൾ. ഗ്രീക്കിൽ സീസ് എന്നൊരു പദമാണ് ഉപയോഗിക്കുന്നത്. ചെറുതും കനം കുറഞ്ഞതും അവയവങ്ങളില്ലാത്തതുമായ ഇഴയുന്ന മൃദുശരീരികളാണ് പുഴുക്കൾ. ബൈബിളിലെ പ്രയോഗങ്ങളിലധികവും ശലഭപ്രാണികളുടെ ലാർവയെ കുറിക്കുകയാണ്. യെശയ്യാ പ്രവചനം 51:8 സാസ് തുണികളെ നശിപ്പിക്കുന്ന പാറ്റയുടെയോ ഇരട്ടവാലൻ്റെയോ ലാർവയാണ്. തോലേയാഹ്, ആ വാക്കിൻ്റെ അർത്ഥം തന്നെ കടിക്കുന്നത് എന്നാണ്. ഇല ഭക്ഷിക്കുന്ന ശലഭങ്ങളുടെ ലാർവയായിരിക്കണം ഈ തോലേയാഹ്. ആവർത്തനം 28:39, യോന 4:7. റിമ്മാഹ്, ആ പദത്തിൻ്റെ അർത്ഥം ചീഞ്ഞത് എന്നാണ്. ശവന്തീനി പുഴുക്കളാണ് ഈ റിമ്മാഹ് എന്ന് പറയുന്നത്. യോബ് 25:6, യെശയ്യാവ് 14:11. എൻ്റെ ദേഹം പുഴു ഉടുത്തിരിക്കുന്നു. റിമ്മാഹ് എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം 7-ാം അധ്യായം 5-ാം വാക്യം. ഇത് ഇയ്യോബിൻ്റെ വ്രണം നിറഞ്ഞ അവസ്ഥയെയോ വ്രണങ്ങളിൽ ഈച്ച നിറഞ്ഞതിനെയോ വിവക്ഷിക്കുകയാണ്. ക്രിസ്തു ഉപദേശിച്ചതിങ്ങനെയാണ്: പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവീൻ. മത്തായി 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ലൂക്കോസ് 12:33, യാക്കോബ് 5-ാം അധ്യായം 2-ാം വാക്യവും ഒത്തുനോക്കിയാൽ ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും.